വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. പിണറായി വിജയന്റെ തിരിച്ചടിയിൽ മതിമറന്ന് സന്തോഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ധർമ്മടം എന്ന CPM-ന്റെ ഉരുക്കുകോട്ടയിൽ കയറി കോൺഗ്രസിന്റെ അബ്ദുൾ റഷീദ് ആഞ്ഞടിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് അടിതെറ്റിയിരിക്കുകയാണ്. 2021-ൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഏറ്റുവാങ്ങിയ പിണറായി വിജയനാണ് ഇപ്പോൾ പിന്നിൽ പോയിരിക്കുന്നത്. ആദ്യ റൗണ്ടുകളിൽ മുന്നിലേക്ക് വന്ന പിണറായി മൂന്നാം റൗണ്ടിൽ പിന്നിലേക്ക് പോയതോടെയാണ് പരിഹാസവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സദസ്സിൽ നിന്ന് ചോദ്യമുന്നയിച്ച വോട്ടറോട് വീട്ടിൽ പോയി പറയാൻ തിരിച്ചു പറഞ്ഞ് പിണറായിയെ ജനം വീട്ടിലിരുത്തുമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാഹുലിന്റെ തിരിച്ചുവരവിന് കൂടിയാകും സാക്ഷ്യം വഹിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിലവിൽ കോൺഗ്രസിലോ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിലോ അംഗമല്ല. വിവാദ വിഷയങ്ങളിൽ കുടുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എങ്കിലും ഇന്നും കോൺഗ്രസിൽ നിർണായക ശക്തിയായി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി വേദിയിലേക്ക് മടങ്ങുകയാണ്. രാഹുൽ എത്തുന്നത് തന്റെ നിയോജക മണ്ഡലമായ പാലക്കാടോ ജന്മനാടായ പത്തനംതിട്ടയിലോ അല്ല, മറിച്ച് ചെങ്കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂരിന്റെ മണ്ണിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലെ കല്യാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. 4 മാസങ്ങൾക്ക് ഇപ്പുറം രാഹുൽ വീണ്ടും പാർട്ടി പരിപാടികളിൽ സജീവമാകുമ്പോൾ അതിനർത്ഥം ഒന്നു മാത്രമാണ്: രാഹുലിന്റെ തിരിച്ചുവരവിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിൽ മുൻപന്തിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം CR മഹേഷ് MLA രാഹുലിനെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി കണ്ടിരുന്നു. നേരത്തെ പറഞ്ഞത് പ്രകാരം ഒളിഞ്ഞിരുന്നുകൊണ്ട് രാഹുലിന് പിന്തുണ കൊടുക്കുന്ന നിലപാടല്ല മഹേഷിനുള്ളത്. പരസ്യമായി തന്നെ പിന്തുണ കൊടുക്കുന്നുണ്ട് മഹേഷ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വീട്ടിലെത്തിയാണ് മഹേഷ് പിന്തുണ അറിയിച്ചത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് രണ്ട് നേതാക്കളും കണ്ടുമുട്ടുന്നത്. ഈ സന്തോഷം രാഹുൽ മറച്ചുവെച്ചില്ല. ഇരുവരുമുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി: കരുനാഗപ്പള്ളിയിൽ എന്തുകൊണ്ട് CR മഹേഷിന് എതിരാളികളില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ. ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ സ്നേഹത്തിന്റെ വേരിറക്കുന്നവരാണ് ഈ മനുഷ്യൻ. ചേർത്തു നിർത്തുന്ന ഒരുത്തൻ. പ്രിയപ്പെട്ട CR ഇന്ന് വീട്ടിൽ വന്നപ്പോൾ. ഇതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ആ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സന്തോഷവും അത്ഭുതവുമെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ജീവനെ പോലെ കൊണ്ടു നടന്ന പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടും പുറത്താക്കിയിട്ടും ഇന്നും ഒരക്ഷരം രാഹുൽ കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഉറപ്പാണ്. CR-നെ പോലെ പിന്തുണ നൽകുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ ഇന്നും പാർട്ടിക്കുള്ളിലുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം രാഹുലിനെ കണ്ടതിന്റെ സന്തോഷം കരുനാഗപ്പള്ളി MLA-യും മറച്ചുവെച്ചില്ല. ആ ചിത്രങ്ങൾ അദ്ദേഹവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ നൽകുന്ന സൂചനകൾ രാഹുലിന്റെ തിരിച്ചുവരവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നേരത്തെ ഏപ്രിൽ 9-ന് പോളിംഗ് പൂർത്തിയായതിന് പിന്നാലെ ശക്തമായ UDF തരംഗം മാഞ്ഞടിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകൾക്ക് ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങുമെന്ന വാർത്തകൾ സജീവമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി കോൺഗ്രസിന് വേണ്ടി മാങ്കൂട്ടത്തിൽ ഇറങ്ങിയില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പോസ്റ്റുകൾക്ക് ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചതിനേക്കാൾ റീച്ചാണ്. ഇന്നും കോൺഗ്രസ് അണികൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സ്വാധീനമാണ് അത് തെളിയിക്കുന്നത്. ഇനി രാഹുലിന്റെ തിരിച്ചുവരവിനാണ് അണികൾ കാത്തിരിക്കുന്നത്.